ബ്രഹ്മാനന്ദൻ സാർ, താങ്കൾ ആദ്യമായിട്ടാണല്ലോ ഗൾഫിലേക്ക് വരുന്നത്. ആ നിലയ്ക്ക് താങ്കളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വളരെ സമ്പന്നമായ ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് താങ്കൾ ഈ രംഗത്തേക്ക് വന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം താങ്കൾക്ക് എത്രമാത്രം സഹായകമായിട്ടുണ്ട്? എൻ്റെ കുടുംബത്തിലുള്ള അപ്പന്മാർ തൊട്ട് കുറേ പേരൊക്കെ, പേരൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, പാട്ടായിട്ടും ഉപകരണ സംഗീതമായിട്ടും ഒക്കെ വളരെ പ്രസിദ്ധി നേടിയ ആൾക്കാരാണ്. അപ്പോൾ കൊച്ചിലെ തന്നെ ഇതെല്ലാം കൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ കേട്ട് 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 നമുക്ക് പിന്നെ ഈ പാട്ട് പാടുന്ന കാര്യത്തിൽ വലിയൊരു പ്രയാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ പാട്ട് പഠിക്കാതെ തന്നെ, ഞാൻ വിചാരിക്കുന്നത് ഈ ക്ലാസിക്കൽ സംഗീതം പഠിക്കാതെ തന്നെ അന്നൊക്കെ ചില കീർത്തനങ്ങളൊക്കെ നമ്മൾ പാടുമായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള ചേട്ടന്മാരും സഹപാഠികളൊക്കെ. പിന്നെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത് 11ാമത്തെ വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ഈ 11ാമത്തെ വയസ്സിൽ തന്നെ ഈ ഗാനമേള ട്രൂപ്പെന്ന് പറഞ്ഞൊന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ എൻ്റെ പ്രായത്തിലുള്ള 11 വയസ്സ് 12 വയസ്സുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ചേർന്ന് മൃദംഗം ഹാർമോണിയൊക്കെ വായിക്കുന്ന ബിൾബിള് എന്നൊക്കെ അതൊക്കെ ഉത്സവമുണ്ട്. അന്ന് നമ്മൾ ഇങ്ങനെ ഗാന ട്രൂപ്പൊക്കെ ഉണ്ടാക്കി നല്ല സ്വീകരണമായിരുന്നു. സിനിമയിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതും ഈ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമായിരുന്നു. അതായത് 1965 എനിക്ക് ആൾ ഇന്ത്യ റേഡിയോ ലളിതഗാന മത്സരത്തിൻ്റെ പ്രസിഡൻ്റ് അവാർഡ് കിട്ടി. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഈ ആൾ ഇന്ത്യ റേഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർട്ടിസ്റ്റായി പാടാനുള്ള അതൊക്കെ കിട്ടി. അപ്പോൾ ആ ഇടയ്ക്ക് ഈ കെ രാഘവൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകമുണ്ട്, പഴയ നീലക്കുയിൽ ഒക്കെ കായലരികത്ത് വരെ അറിഞ്ഞപ്പോൾ. അപ്പോൾ പുള്ളി അന്ന് ഈ കോഴിക്കോട്ട് നിലയത്തിലെ മ്യൂസിക് കമ്പോസറായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം പുള്ളിക്ക് വന്നു. അങ്ങനെ എനിക്കും അവിടെ ഒരു ലൈറ്റ് മ്യൂസിക് റെക്കോർഡിങ് കിട്ടി, അങ്ങനെ റേഡിയോ നിലയത്തിൽ. അപ്പോൾ പുള്ളി എൻ്റെ പാട്ട് കേട്ടിട്ട് വളരെയധികം അപ്രിസിയേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എവിടെ പോയാലും എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം, വെയിലൊന്നും കൊള്ളരുത്, ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് കാണിച്ചത്. അത്ര അധികം താല്പര്യമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ ഈ കത്ത് പോലും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനന്ന് തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. അന്ന് താമസിച്ച വീട്ടിലെ ഒരു ആൾ വന്ന് പറഞ്ഞു, നിങ്ങളതാ വിവേകാനന്ദ സാർ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാൻ പുള്ളി വിവേകാനന്ദ സാർ, ജി വിവേകാനന്ദ സാറിന്, അത് ഈ കള്ളിച്ചെല്ലമ്മ എഴുതിയ ആളാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഓ ബ്രഹ്മാനന്ദന് കോൾ അടിച്ചല്ലോ. ഞാൻ എന്താ സാർ, ഇല്ല നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക, രാഘവൻ മാഷ് ഒരു സിനിമയിലെ പാട്ടുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് വിശ്വസിക്കണോ അത് എന്താണെന്ന് അറിയാം, സിനിമ കാണാൻ അത് സ്വപ്നം കാണാൻ അറിയാം. പിന്നെ അന്ന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു പാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിധി കിട്ടണതാണ്. അത്ര ആ ഒരു സന്തോഷമാണ് അന്ന് ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് രാഘവമാഷ് രാഘവമാഷ് പാടണമെന്ന് പറഞ്ഞപ്പോണ്ടായിരുന്ന വികാരം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അപ്പോൾ വിശ്വസിക്കാറ്? അല്ല, രാഘവമാഷ് മുമ്പ് എൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, റേഡിയോ സ്റ്റേഷൻ റെക്കോർഡിങ് പറഞ്ഞല്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാനൊരു അരപ്രജ്ഞയിലാണ് അവിടെ ചെന്ന് ഇറങ്ങിയത് തന്നെ. ഈ ഇവരൊക്കെ മദ്രാസം വരെ കണ്ടപ്പോഴത്തേക്ക് എന്തെന്നാണ് നമ്മളിവിടെ നിന്ന് പറഞ്ഞയക്കുമോ. അങ്ങനെ ഏതായാലും ചെന്ന് അപ്പോൾ പ്രൊഡ്യൂസർക്ക് എൻ്റെ പാട്ട് കേൾക്കണം. പക്ഷെ എന്നെ ടെസ്റ്റ് നടത്തിയില്ല, എനിക്ക് പാടാനുള്ള പാട്ട് തന്നെ മാഷ് ഞാൻ പറഞ്ഞു തരുന്നത്. അവിടെ തൽക്കാലം കുറച്ച് ഇൻസ്ട്രുമെൻ്റൊക്കെ വിളിച്ചിട്ട് എനിക്ക് പാടാനുള്ള മാനത്തേക്കാരൻ പറഞ്ഞു തന്നു. ഞാനത് ഇങ്ങനെ പാടി, അതുപോലെ പാടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്രൊഡ്യൂസർ തല കാരണം തുടങ്ങി, ഇത് കൊള്ളാം ഇങ്ങനെ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. അപ്പോൾ ഇതിങ്ങനെ റിലീസ് റിപ്പീറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നസീർ സാർ ഇങ്ങനെ ഇത് പാടി നോക്കുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായത് ഇത് നസീർ സാറിന് വേണ്ടി പാടുകയാണ്. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നിലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ
മെരുങ്ങാത്ത മാൻകിടാവേ, മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും, കാർമുകിൽ മാലകൾ മടങ്ങിവെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും, കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറാവേ, മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നടുത്തു താമര കളിത്തോണി.